അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഓൺലൈൻ ട്രാൻസ്ലേഷൻ ട്യൂട്ടോറിയലിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2 ഡോക്യുമെൻറ്റുകളെ കുറിച്ചാണ്. അതിനു മുമ്പായി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോസുകൾ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇന്ന് ട്രാൻസ്ലേഷൻ പഠിക്കേണ്ടത് നിങ്ങളുടെ ഡിഗ്രി മാർക്ക് ലിസ്റ്റിൻ്റെ ട്രാൻസ്ലേഷനാണ്. ഡിഗ്രി മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു ചെറിയൊരു രൂപം, അതിൻ്റെ കറക്റ്റ് രൂപം ഒന്ന് ഇവിടെ രണ്ടും, അതിൻ്റെ അറബിയും ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ വിഷയങ്ങളുണ്ടാകും, അതുപോലെ തന്നെ നിങ്ങളുടെ റോൾ നമ്പർ, പിന്നെ യൂണിവേഴ്സിറ്റിയുടെ പേര്, ഏത് വർഷമാണ് പരീക്ഷ നടന്നത്, പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ മാർക്ക്, സെക്കൻഡ് ഇയർ മാർക്ക്, അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇത് ഏകദേശം കുറച്ച് മുമ്പത്തെ 1994 ഒരു എക്സാമിലെ മാർക്ക് ലിസ്റ്റാണ്. ഇപ്പോൾ മാർക്ക് ലിസ്റ്റിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫോർമാറ്റുകളും അതിലുപയോഗിക്കുന്ന പദങ്ങളുമൊക്കെ ഏറെക്കുറെ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിൽ ബാച്ചിലർ ഓഫ് സയൻസ് ആണ് ഇതിൽ കൊടുത്തത്. ബക്കാലൂരിയൂസുൽ ഉലൂം, ബാച്ചിലർ ഓഫ് സയൻസ്. ഇനി ബാച്ചിലർ ഓഫ് ആർട്സ് ആണെങ്കിൽ ബക്കാലൂരിയൂസുൽ ഫുനൂൻ എന്ന് പറയും. ബക്കാലൂരിയൂസുൽ ഫുനൂൻ ബാച്ചിലർ ഓഫ് ആർട്സ് ആണെങ്കിൽ. പിന്നെ സാധാരണഗതിയിൽ ഉദാഹരണത്തിൽ ബാച്ചിലർ ഓഫ് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജി എന്നുള്ളതൊക്കെ ആണെങ്കിൽ ബക്കാലൂരിയൂസ് ഫി ഇൽമിൽ ഇജ്തിമാ എന്ന് പറയും. അതുപോലെ തന്നെ ഫി അഫ്ളൽ ഉലമ എന്നൊക്കെ പറയും. പിന്നെ അടുത്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതിന് അറബിയിൽ ജാമിയത്തു കാലിക്കൂത്ത് എന്ന് പറയും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജാമിയത്തു കാലിക്കൂത്ത്. പിന്നെ അതുപോലെ തന്നെ ആനുവൽ എക്സാം, ഇതിൽ കൊടുത്തത് ആനുവൽ എക്സാം ആണ്. അൽ ഇംതിഹാനു സനവി, സനത്ത് സനവി, അൽ ഇംതിഹാനു സനവി. പിന്നെ അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റിന് കശ്ഫുൽ അലാമാത്ത് എന്നാണ് പറയുക. മാർക്ക് ലിസ്റ്റിന് കശ്ഫുൽ അലാമാത്ത്. പിന്നെ ടോപ്പിക്കിന് മൗദൂ, ഓരോ വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന് മൗദൂ. നിങ്ങളുടെ ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ആ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ വിഷയങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ ഇയറിന് ഏത് വർഷമാണ് നിങ്ങൾ പാസ് ഔട്ട് ആയത് അല്ലെങ്കിൽ എക്സാം എഴുതിയ വർഷം ഉണ്ടാകും. അതിനാൽ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മാക്സിമം മാർക്കിന് അൽ ഹദ്ദുൽ അഖ്സാ മിനൽ അലാമാത്ത് എന്നാണ് പറയുക. അൽ ഹദ്ദുൽ അഖ്സാ മിനൽ അലാമാത്ത്. പിന്നെ അതുപോലെ തന്നെ ഒബ്റ്റൈൻഡ് മാർക്സിന് അൽ അലാമാത്തുല്ലത്തി തമ്മൽ ഹുസൂൽ അലിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച മാർക്ക്. ഫോർ എക്സാമ്പിൾ ഒരു 600 മാർക്ക്, അതിൽ 550 മാർക്ക് കിട്ടിയാൽ അത് അൽ അലാമാത്തുല്ലത്തി തമ്മൽ ഹുസൂൽ അലിഹ എന്നുള്ള കോളത്തിലാണ് അത് രേഖപ്പെടുത്തേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കറൻറ്റ് എക്സാം, ഒരു പ്രീവിയസ് എക്സാമിൻ്റെ മാർക്ക് വേറെ കൊടുക്കും. ഇപ്പോൾ നടന്ന എക്സാമിൻ്റെ മാർക്ക്, അതിന് അൽ ഇംതിഹാനുൽ ഹാലി എന്ന് പറയും. ഹാലി എന്ന് പറഞ്ഞാൽ കറൻറ്റ്, ഇപ്പോഴുള്ളതിനാണ് ഹാലി എന്ന് പറയുക. പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് എക്സാമിന് അൽ ഇംതിഹാനു സാബിഖ് എന്ന് പറയും. തൊട്ട് മുമ്പത്തെ കഴിഞ്ഞു പോയ എക്സാമിൻ്റെ മാർക്ക് അൽ ഇംതിഹാനു സാബിഖ്. പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ മാർക്സ്, പ്രീവിയസ് മാർക്സും അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന പരീക്ഷയും കൂട്ടിയിട്ട് ടോട്ടൽ മാർക്സ്, അതിന് ഇജ്മാലി അൽ അലാമാത്ത് എന്നാണ് പറയുക. ഇജ്മാലി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നാണ്, ഇജ്മാലി അലാമാത്ത്. അപ്പോൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് മാർക്കിന് റഖ്മ് എന്നല്ല പറയുന്നത്, അലാമത്ത് അലാമാത്ത് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ മാർക്സ് എന്നുള്ളതിന് മജ്മൂഉ ദറജാത്ത്, ടോട്ടൽ മാർക്സ് ഇൻ ബാച്ചിലർ ഓഫ് സയൻസ് എന്നുള്ളതിന് മജ്മൂഉ ദറജാത്ത് ഫി ബക്കാലൂരിയൂസുൽ ഉലൂം. അതിന് ചിലപ്പോൾ ഗ്രേഡ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ CGPA അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. മജ്മൂഉ ദറജാത്ത് ഫി ബക്കാലൂരിയൂസുൽ ഉലൂം എന്നാണ് പറയുക. പിന്നെ അതുപോലെ തന്നെ റിസൾട്ട് പാസ്ഡ് ആണോ അല്ലെങ്കിൽ ഫെയിൽഡ് ആണോ എന്നതിൽ കൊടുക്കും.
അതിന് നതീജത്ത് നജഹ അല്ലെങ്കിൽ റസബ. നജഹ എന്ന് പറഞ്ഞാൽ പാസ്ഡ്, റസബ എന്ന് പറഞ്ഞാൽ ഫെയിൽഡ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് ബർത്ത് സർട്ടിഫിക്കറ്റാണ്. നിങ്ങൾക്കതിൻ്റെ ഒരു ഏകദേശം കോലമാണ് അവിടെ കൊടുത്തത്. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ശേഷം കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് ഗൾഫിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഡോക്യുമെൻറ്റ്സുകളൊക്കെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ വരാറുള്ളതാണ് ബർത്ത് സർട്ടിഫിക്കറ്റും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സംഗതികളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഇംഗ്ലീഷ് വെർഷനാണ് കൊടുത്തത്. ഇതാണ് അതിൻ്റെ അറബി മൊത്തത്തിലുള്ള ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ശേഷം സംസാരിക്കാം. ഒന്ന്, അതിലൊരു ഫോം നമ്പർ 5 എന്നുണ്ട് തുടക്കത്തിൽ തന്നെ. അതിന് ഇസ്തിമാറ എന്നാണ് പറയുക. ഇസ്തിമാറ റഖമു അൽ ഖാമിസ്, ഫോം നമ്പർ 5, ഇസ്തിമാറ ഫോമിന്. പിന്നെ അതുപോലെ തന്നെ അന്നസ് അൽ ഖാനൂനി, അന്നസുൽ ഖാനൂനി അല്ലെങ്കിൽ അൽ മുക്തദൽ ഖാനൂനി, ലീഗൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ അതിൽ കൊടുത്തത് എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റ് ഉപകരിക്കുക, അല്ലെങ്കിൽ എന്ത് ബേസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്, ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏത് അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ടാക്കിയതെന്നാണ് അവിടെ കൊടുക്കുന്നത്. അന്നസുൽ ഖാനൂനി അല്ലെങ്കിൽ അൽ മുക്തദൽ ഖാനൂനി, ലീഗൽ പ്രൊവിഷൻ. പിന്നെ അതുപോലെ തന്നെ അതിൽ അടുത്തൊരു പദമാണ് അതോറിറ്റി. ആരാണിത് പബ്ലിഷ് ചെയ്യുന്നത്? അതിന് അതോറിറ്റിക്ക് പറയാം അസ്വൽത്തത്ത് അല്ലെങ്കിൽ അൽ ജിഹത്തുൽ മുസദ്ദറ, ആരാണോ അത് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ ഗവൺമെൻറ്, അതിൽ പിന്നെ കേരള ഗവൺമെൻറ് ആണ്. അപ്പോൾ ഒരു മോഡൽ കൊടുത്തതാണ് ഗവൺമെൻറ് ഓഫ് കേരള, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അർബൻ അഫയേഴ്സ്, കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി. അപ്പോൾ അതിൽ ഗവൺമെൻറ് ഓഫ് കേരള കൊടുത്തത് ഹുക്കൂമത്ത് വിലായത്തി കേരള. പിന്നെ ഖിസ്മു ഷുഊനിൽ ഹലരിയ, അർബൻ എന്നതിന് പറയാം ഹലരിയ എന്നാണ്, അർബൻ. പിന്നെ അതുപോലെ തന്നെ ഷുഊൻ എന്ന് പറഞ്ഞാൽ അഫയേഴ്സ്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിന് ഖിസ്മു ഷുഊനിൽ ഹലരിയ. ബൽദിയത്ത് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയാണ്, കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി, ബൽദിയത്ത് കൊണ്ടോട്ടി. പിന്നെ അതുപോലെ തന്നെ അടുത്തത് കൊടുത്തതാണ് അതിൻ്റെ ലീഗൽ പ്രൊവിഷനാണ് കൊടുക്കുന്നത്. ലീഗൽ പ്രൊവിഷൻ ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 17 ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്സ് ആക്ട്സ് 1969 ആൻഡ് റൂൾ ഓഫ് 8 ഓഫ് കേരള രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്സ് റൂൾസ് 1999. അപ്പോൾ ഇന്ത്യയുടെ 1969 ആക്ട് പ്രകാരവും കേരളത്തിൽ 1999 ആക്ട് പ്രകാരവും ഒക്കെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇഷ്യൂഡ് എന്നുള്ളതിന് തമ്മ ഇസ്ദാർ, പിന്നെ ഹാദിഹി ഷഹാദ എന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ്, ബി മൂജബിൽ മാദ്ദ എന്ന് പറഞ്ഞാൽ അതിന് ആക്ടിനാണ് മാദ്ദ എന്ന് പറയുക. ആക്ട് ഓഫ് റക്കമ 17 സെക്ഷൻ മാദ്ദ, അതായത് 17ാമത്തെ സെക്ഷൻ പ്രകാരം. അപ്പോൾ അൽ മാദ്ദത്തു റക്കമ 17 മിൻ ഖാനൂനി തസ്ജീലുൽ മവാലീദി വൽ വഫയാത്ത്. എന്താണ് റൂള്? തസ്ജീൽ എന്ന് പറഞ്ഞാൽ റെക്കോർഡിങ്. അപ്പോൾ മിൻ ഖാനൂനി തസ്ജീലുൽ മവാലീദി വൽ വഫയാത്ത്. വഫയാത്ത് എന്ന് പറഞ്ഞാൽ ഡെത്ത്സ്, മവാലിദ് എന്ന് പറഞ്ഞാൽ ബർത്ത്. അപ്പോൾ ജനനവും മരണവും റെക്കോർഡ് ചെയ്യണം എന്നുള്ള നിയമത്തിൻ്റെ 17ാം സെക്ഷൻ പ്രകാരമാണിത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ വൽ മാദ്ദത്തു റഖമ 8 റഖമ സാമിൻ മിനത്താസിയ വസിത്തീൻ തിസ്അമിയ വ അൽഫ്. 1969 8ാമത്തെ മാദ്ദ പ്രകാരം, 8ാമത്തെ സെക്ഷൻ പ്രകാരം. അതെന്താണ്? അതുതന്നെയാണ് തസ്ജീലുൽ മവാലിദി വൽ വഫയാത്ത് ബി വിലായത്തി കേരള, കേരളത്തിലുള്ള 1999. ഓക്കെ, അപ്പോൾ അതിലുള്ള മാദ്ദത്ത് എന്നുള്ളൊരു പദം പഠിക്കണം. തസ്ജീലുൽ മവാലിദി വൽ വഫയാത്ത്, പിന്നെ ഖാനൂന്, പിന്നെ പ്രധാനമായിട്ട് തുടക്കത്തിൽ തമ്മ ഇസ്ദാറു ഹാദിഹി ഷഹാദ എന്നുള്ളത്. പിന്നെ അതിലുള്ള ബേസിക്കലായിട്ടുള്ള പദങ്ങൾ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് വിടാവുന്നതേ ഉള്ളൂ. ഒന്ന് നെയിം, ഇസ്മ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ സെക്സ് എന്നുള്ളതിന് ജിൻസ്, അതായത് ഫീമെയിലാണോ മെയിലാണോ എന്നുള്ളതിന് ജിൻസ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ മെയിലാണ് ഇവിടെ കൊടുത്തത്, ഒരു ഉദാഹരണം കൊടുത്തത് ദക്കർ. ഇനി അഥവാ ഫീമെയിലാണെങ്കിൽ ഉൻസ എന്ന് കൊടുക്കണം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്തിന് താരീഖുൽ മീലാദ് എന്ന് പറയും. പിന്നെ പ്ലേസ് ഓഫ് ബർത്തിന് മക്കാനുൽ മീലാദ്,
പ്ലേസ് ഓഫ് ബർത്ത് മക്കാനുൽ മീലാദ്. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ കൊണ്ടോട്ടി, അത് പ്രസവം നടന്ന സ്ഥലമാണ്. നമ്മളെ ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കും, ഹോസ്പിറ്റലാകുമ്പോൾ മുസ്തഷ്ഫ എന്ന് പറയും, ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ മുസ്തഷ്ഫ അൽ ഹുക്കൂമി എന്ന് പറയും. ഇവിടെ നടന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലാണ്, കൊണ്ടോട്ടി. മർക്കസു സിഹത്തിൽ മുജ്തമ കൊണ്ടോട്ടി. പിന്നെ അതുപോലെ തന്നെ നെയിം ഓഫ് മദർ ഇസ്മുൽ ഉമ്മ, നെയിം ഓഫ് മദർ. പിന്നെ അതുപോലെ തന്നെ നെയിം ഓഫ് ഫാദർ ഇസ്മുൽ അബ്, നെയിം ഓഫ് ഫാദർ. പിന്നെ അതുപോലെ തന്നെ അഡ്രസ്, അത് മേലോട്ട് കയറി പോയതാണ്. അഡ്രസ് ഓഫ് ദി പാരൻസ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ഓഫ് ദി ചൈൽഡ്, കുട്ടി ജനിക്കുന്ന സമയത്തുള്ള രക്ഷിതാക്കളുടെ അഡ്രസ്സ്. അതിന് ഉൻവാൻ എന്നാണ് അഡ്രസ്സിന് പറയാം. പാരൻസിന് വാലിദൈൻ വക്ത മീലാദി തിഫിൽ, അതായത് കുട്ടി ജനിക്കുന്ന സമയത്ത് വക്ത മീലാദി തിഫിൽ എന്ന് പറയണം. പിന്നെ അതുപോലെ തന്നെ അവരുടെ പെർമനൻ്റ് അഡ്രസ്സും അതിൽ ഓപ്ഷൻ ഉണ്ടാകും. പെർമനൻ്റ് അഡ്രസ് ഓഫ് ദി പാരൻസ്, ഉൻവാനുൽ വാലിദൈൻ അദ്ദായിം, ദായിം എന്നുള്ളതാണ് പെർമനൻറ്റിന് പറയുക. അപ്പോൾ അങ്ങനത്തെ കീവേഡ്സുകൾ പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പറിന് റഖ്മു തസ്ജീൽ, അപ്പോൾ രജിസ്ട്രേഷന് തസ്ജീൽ എന്നാണ് പറയുക. റഖ്മു തസ്ജീൽ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പർ. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ താരീഖു തസ്ജീൽ, ജസ്റ്റ് ഒരു മാറ്റം താരീഖ് എന്ന് കൂട്ടി കൊടുത്താൽ മതി, താരീഖു തസ്ജീൽ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ റിമാർക്സ് ഇഫ് എനി, അതിലെന്തെങ്കിലുമൊക്കെ റിമാർക്സുകൾ ചിലപ്പോൾ രേഖപ്പെടുത്താനുണ്ടാകും. അപ്പോൾ അൽ മുലാഹലാത്ത് എന്നാണ് പറയുക, റിമാർക്സ് ഇഫ് ഇൻ മുജിദത്ത്, ഇഫ് എനി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ എന്നുള്ള അർത്ഥം. പിന്നെ അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് ബർത്ത്സ് ആൻഡ് ഡെത്ത്സ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ ജനന മരണ രജിസ്റ്റർ ചെയ്യുന്ന രജിസ്ട്രാറാണിത്, ഒപ്പുവെക്കുന്ന ആൾ. അപ്പോൾ അതിന് പറയാം മുസജ്ജിലുൽ മവാലിദ്, മുസജ്ജിൽ എന്നാണ് രജിസ്ട്രാർ എന്ന് പറയാം. മുസജ്ജിലുൽ മവാലിദി വൽ വഫയാത്ത് ബലദിയത്ത് കൊണ്ടോട്ടി, കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി. പിന്നെ അതുപോലെ തന്നെ എൻഷുവർ രജിസ്ട്രേഷൻ ഓഫ് എവരി ബർത്ത് ആൻഡ് ഡെത്ത്, എല്ലാ രജിസ്ട്രേഷനും എന്ത് ചെയ്യണം, എൻഷുവർ ചെയ്യണം, ഉറപ്പുവരുത്തണം എന്നുള്ളതൊരു മോട്ടോ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ്. അതിന് അറബിയിൽ കൊടുക്കുക യുർജ ലമാനു തസ്ജീലി ജമീഇൽ മവാലിദി വൽ വഫയാത്ത്, യുർജ ലമാനു തസ്ജീലി ജമീഇൽ മവാലിദി വൽ വഫയാത്ത്, എല്ലാ ജനനവും മരണവും രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ള അർത്ഥമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടതിന് നന്ദി. ഇതിലുള്ള എല്ലാ സംഗതികളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ ട്രാൻസ്ലേഷൻ ഫീൽഡ് ഭാസുരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഇത്തരം വീഡിയോസുകൾ ഈ ഒരു ചാനൽ വരുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാവുന്നതുമാണ്. താങ്ക് യു. മർഹബൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.